ബിഗ് ബോസ് ഡേ 8 രാവിലെ 4 മണിക്ക് വെളുപ്പിനെ ഒക്കെ എഴുന്നേറ്റിരുന്ന് മേക്കപ്പ് ഇടുകയാണ് തുടക്കത്തിലുണ്ടായിരുന്ന നമ്മുടെ ഗിസേല്. ഈ മാടമ്പള്ളിയിലെ മനോരോഗി ഇന്ന ആളെന്ന് പറയുന്ന പോലെ തന്നെ ബിഗ് ബോസിലെ മനോരോഗി എനിക്ക് തോന്നിയിട്ടുണ്ട്, ഗസേലാന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ 4:30 ആരിൽ അലാറം വെച്ച് എഴുന്നിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടുവോ, എന്നിട്ട് ഒരു കിടത്തം. ഗസേലിന് ഫുഡില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും, പക്ഷെ മേക്കപ്പ് ഒന്നും ഇല്ല ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു. എന്തായാലും ഭയാനകമായ ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം നേരം വെളുത്തപ്പോഴേക്കും നമ്മുടെ അരീക്ഷണം ഇന്ന് 6 നെഞ്ചത്ത് കയറി ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ദോ പോണ് ഗസേൽ ഫ്രണ്ടിൽ കൂടെ. എന്നാൽ പിന്നെ അങ്ങോട്ടാവെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് മാത്രമേ നിങ്ങൾ ധരിക്കാവൂ, നിങ്ങൾ അതല്ലാതെ ധരിച്ചിരിക്കുന്നത് അതാണെന്ന് ഞഞ്ഞാവിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഗസേലിന് നെഞ്ചത്തോട്ട് കയറി. അങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അന്വേഷണം വെച്ച് കീച്ചി കൊടുത്ത് അങ്ങനെ അവർ ആ ഒരു അടിയും വേളമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് തൊട്ടടുത്തായിരുന്നു നമ്മുടെ ഷാനവാസ്, നിലവിലെ ക്യാപ്റ്റനായിരുന്ന അനീഷ് തന്റെ ബാഡ്ജ് ഷാനവാസിന് കൈമാറി ക്യാപ്റ്റൻ ആയിട്ടുള്ള. അപ്പൊ ക്യാപ്റ്റൻ ഓരോരോ ഡിപ്പാർട്ട്മെന്റിന് ഓരോ ആൾക്കാരെയൊക്കെ നിയമിച്ചിട്ടുണ്ട്. ഷാനവാസ് കിച്ചൺ ടീമിലൊക്കെ ഉള്ളത് അനീഷ്, ആര്യൻ, പിന്നെ അക്ബർ, ഗസേല്, ഇത്ര പിന്നെ ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ ഈ 5 പേരാണ് കിച്ചൺ ടീമിലോട്ട് നിയമിച്ചത്. അപ്പം ഇതിന് മുന്നേ ഉള്ള കിച്ചൺ ടീമിലൊന്നും ക്യാമറ ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല, അവരൊന്നും വലിയ വിഷയങ്ങൾക്കൊന്നും ഇല്ലായിരുന്നു. അവർ ജസ്റ്റ് കുക്ക് ചെയ്യുക, വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, അത്ര ഉള്ളത്. പക്ഷെ ഇത്തവണ ഇവർ ഫുൾ വൈബായിരുന്നു നമ്മുടെ കിച്ചൺ ടീമിനകത്ത്. അതാണ് പറയുന്നത്, ആൾക്കാർ ഏത് ലൊക്കേഷനിലാണെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇടുന്ന ആൾക്കാർ എങ്ങനെ ഇരിക്കും അതിനനുസരിച്ച് അവിടെ കോണ്ടന്റ്സ് ഉണ്ടാവും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ ശരത്തിന് സത്യം പറഞ്ഞ അപ്പാന് ശരത്തിനാണെന്നുണ്ടെങ്കിൽ ഇയാളങ്ങ് അടിക്കണം എന്ന് ആഗ്രഹമുണ്ട് അനീഷിനെ. അങ്ങ് അടിച്ച് കൊല്ലാനുള്ളൊരു മൂഡിലാണ് ശരത്തിരിക്കുന്നത്. ശരത്ത് പറയാം നിന്നെ ഇവിടുന്ന് ഇറക്കിവിടും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ശരത്ത് ഇറങ്ങി പോകാൻ സാധ്യത ഉണ്ടോ തോന്നുന്നു ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്നത് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതായത് പണിപ്പുര ടാസ്ക് ആയിരുന്നു. അത് പണിപ്പുര ടാസ്ക് മീൻസ് പണിപ്പുരയിൽ പോയി സാധനം എടുക്കാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ ടൈം തരും. ആ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളൊരു റാങ്കിങ് അനുസരിച്ച് ഒരാൾക്കാരെ സെലക്ട് ചെയ്യണം. 1 മുതൽ 20 വരെ ഉണ്ട്, 19 ഉണ്ട്. അതിനകത്ത് 1ാം സ്ഥാനത്തുള്ള ആള് 20 സെക്കൻഡും 2ാം സ്ഥാനത്തുള്ള ആള് 15 സെക്കൻഡും പിന്നെ ബാക്കോട്ടുള്ള എല്ലാവർക്കും 10 സെക്കൻഡുമാണ് സമയമുള്ളത്. അതായത് പണിപ്പുര റൂമിൽ കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ തന്നെ ഒരു ആൾക്കാരെ സെലക്ട് ചെയ്ത. അപ്പൊ ഓരോ ആൾക്കാർ പറയാം ഞാൻ ഇത്ര ക്വാളിറ്റികളാണ്, അപ്പൊ എന്നെയാണ് 1ാം സ്ഥാനത്ത് ഉള്ളത്, അല്ലെങ്കിൽ എന്നെ 5 വേണം, ഞാൻ 7 വേണം, 10 വേണം എന്നൊക്കെ ഓരോ ആൾക്കാർ പറയുന്നത്. അപ്പൊ അനീഷ് അണ്ണൻ നോക്കാൻ നേരത്ത് ഇതൊരു അവസരമാണ്, ഇതൊരു സുവർണ്ണ അവസരമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്കൊന്ന് തന്നെ വേണം, എനിക്കൊന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ, ഞാൻ ഒന്നിന് അർഹന, ബിഗ് ബോസ് ഞാൻ ഒന്ന് നിരത്തി, എനിക്കൊന്ന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അപ്പോഴേ വിഷയം ഉണ്ടായി തുടങ്ങി. അതായത് ബിഗ് ബോസ് ഈ കാര്യം പറഞ്ഞ അപ്പം തൊട്ട് തന്നെയാണ് 1 മണിക്കൂർ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഇയാള് അമ്പിനും വില്ലിനും എടുക്കാത്ത അവസ്ഥ. ഇയാൾ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ബാക്കി എല്ലാ വധൂരികളും അവരെല്ലാം അതിന്റെ ഇടയ്ക്ക് കൂടെ പിടിക്കാൻ നിൽക്കുന്നത്. സത്യത്തിൽ ഇയാളെ ചെയ്യാനുള്ളവരെ അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ചെയ്യാനുള്ള. അവോയ്ഡ് ചെയ്ത് വിടുക, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഇതിനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക, മീൻസ് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ആളിങ്ങനെ പറഞ്ഞാൽ തന്നെ സെയിം റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതെ കളയാക്കി വിടുക, അത്രേ ഉള്ളൂ. കറക്റ്റ് അയാളെ പരിപാടി എന്ന് പറഞ്ഞാൽ അയാളെ സ്കീമിട്ട് അയാളെ ബേസിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് അയാൾക്ക് അപ്രോച്ച് ചെയ്യുന്നു, അയാളെ കളിയാക്കി അങ്ങ് വിടുക, അതായിരുന്നു വേണ്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പൊ സത്യത്തിൽ നല്ലൊരു കിടിലമായിട്ട് ഒരു മൂവ് ചെയ്ത് ഷാനവാസ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, അയാൾ 1ാം സ്ഥാനത്ത് പോട്ടെ. സംഭവിച്ചാൽ ഇയാളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നത് നമുക്കാർക്കും പോകാനും പറ്റത്തില്ല, ടൈമും 1 മണിക്കൂർ വേസ്റ്റ് ആയി പോകും. അപ്പൊ ശരത്തും അവരൊക്കെ പറയാം അങ്ങനെ വേണ്ട, അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ഇവർ 1ാം സ്ഥാനത്ത് പോയിട്ട് നമുക്ക് അങ്ങനെ വേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അത് ഇവർക്കൊരു ഇതിപ്പോ ഓരോ ആൾക്ക് ഇവർക്കുള്ള ഈ മണ്ടത്തരം കാരണം 20 പേർക്കുള്ള സാധനങ്ങൾ, ഡ്രസ്സും പിന്നെ ഫുഡും അതൊക്കെ അല്ലേ നശിച്ചു പോയത്, കിട്ടാതെ പോയത്. ഒരു ടാസ്ക് ആണ്. അപ്പൊ അതിന് ആ രീതി കണ്ടിട്ട് അയാൾ 1ാം സ്ഥാനത്ത് പോകണമെങ്കിൽ പോട്ടെ എന്ന് വെക്കണമായിരുന്നു. അയാളുടെ ചുമ്മാ തർക്കിച്ചുകൊണ്ടിരുന്ന അവിടെ സമയം കളയാൻ വേണ്ടി ഇരിക്കാതെ ഷാനവാസ് വ്യക്തമായിട്ട് പറഞ്ഞു അയാളെ 1ാം സ്ഥാനം കൊടുക്കുക, അല്ലെങ്കിൽ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കും, പിന്നെ നമുക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല, ഈ ടാസ്ക് തന്നെ 1 മണിക്കൂറിന് കൊള്ളാവും എന്നൊക്കെ പറഞ്ഞിട്ടും അവരാരും കേട്ടില്ല. ലാസ്റ്റ് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു മക്കളെ നിന്നെ ഒന്നും കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ടാസ്ക് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, പരിപാടി ഇല്ലെന്ന് പറഞ്ഞിട്ട് വിട്ടുപോയി. അങ്ങനെ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ബിഗ് ബോസിലെ ആൾക്കാരെ ആരൊക്കെയാന്ന് പറഞ്ഞിട്ട് അവരോരോ കാരണങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എവിക്ഷൻ വരുന്നതൊക്കെ മൺഡേ ടു ഫ്രൈഡേ, അതിനകത്ത് സാറ്റർഡേ സൺഡേ ആയിരിക്കും എവിക്ഷൻ ഡേ ആയിട്ട് വരുന്നത്. 2 പേര് അല്ലെങ്കിൽ ഒരാളെ അപ്പം പോകും. ബിഗ് ബോസ് ഇപ്പോൾ ഒരു പുതിയൊരു സ്കീം കൊണ്ടുവന്നു, നമ്മുടെ മിഡ് വേ എവിക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് ഇന്ന് തിങ്കൾ ചൊവ്വയും വ്യാഴത്തിനും ഇടയ്ക്ക് ഒരു എവിക്ഷൻ ഉണ്ടാവും.
സോറി 2 എവിക്ഷൻ ഉണ്ടാവും. അതിനൊരു 6 പേരെ നിങ്ങൾ അതിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 6 പേരുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെന്തായാലും ഓൾറെഡി ലിസ്റ്റിലുണ്ട്. അതിനുശേഷം അല്ലാതെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ബാഡ്ജ് കുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ, എന്താ കാരണം എന്നുള്ളത്. അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്കാരുണ്ട്. അതിനകത്ത് കൂടുതൽ കുറവൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസിലെ ഫുൾ ആൾക്കാരും എവിക്ഷനിലുണ്ട്. ഒരാളെ വെച്ച് അഭിലാഷ് വെച്ച് ബാക്കി എല്ലാ ആൾക്കാരും അടുത്ത എവിക്ഷൻ ലിസ്റ്റിലുള്ളതാണ്. അതെന്തായാലും അപ്പം എന്തായാലും അത്ര ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ മിഡ് വീക്കിലുള്ള ഒരാളും അല്ലെങ്കിൽ 2 ആള്, പിന്നെ മറ്റേ എവിക്ഷനിലുള്ള ഒരാളും എല്ലാണ്ട് 13 എല്ലാം പറഞ്ഞു വിടുക. ആവശ്യമില്ലാതെ കുറെ ആൾക്കാരെ അതിനകത്ത് വലിച്ചു വാരി ഇട്ടേക്കുന്നു ചുമ്മാ. ഞാൻ എന്നിട്ട് ആ വൈൽഡ് കാർഡിൽ വേറെ ആരെല്ലാം കയറ്റി കൊടുക്കണേ, ആറട്ടെണ്ണ അലൻ ജോസൺ പെരേര അല്ലെങ്കിൽ മറ്റേ കിംബോയി ഒരു ഇതുവരെ നമുക്ക് എനിക്ക് ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ഒരാളെ ഫോക്കസ് ചെയ്ത് പോകണം, ഇയാളെ ഇനി ഇയാൾ കൊള്ളാല്ലേ, ഇത് തന്നെ. അതായത് എൻ്റെ മൈൻഡും അയാളുടെ മൈൻഡും ഒരേപോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു രാജാവൊന്നും അല്ല അങ്ങനെയൊന്നും ഇതുവരെയൊന്നും തോന്നിയിട്ട് ആരെയും. പക്ഷേ